ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവളൊന്നും കഴിക്കാതിരിക്കുമ്പോ ബാക്കിയുള്ളവർക്ക് എങ്ങനെയാ അമ്മ ഇറങ്ങുന്നേ? ഒന്നുകിൽ രാധികയെ വിളിക്കാൻ സമ്മതിക്ക്, അല്ലെങ്കിൽ എല്ലാവർക്കും കൂടി പട്ടിണി കിടന്ന് ചാവാം. അമ്മ എന്തെങ്കിലും ഒന്ന് പറ. പ്രിയങ്കമ്മൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിട്ടല്ലേ വിളിച്ചോ? ഞാനൊന്നും പറയുന്നില്ലേ. നീ റെഡി ആയിക്കോ, ഇപ്പൊ വരും. വരുന്നുണ്ടേ. ഹലോ അമ്മേ. മോളെ, നീ അവിടെ തിരക്കിലാണോ? അല്ലമ്മേ, എന്തു പറ്റി? നിനക്കൊന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? എന്തു പറ്റി? പ്രിയങ്ക ഭക്ഷണം കഴിക്കുന്നില്ല. നീ വന്ന് ഭക്ഷണം കൊടുത്തില്ലേ? അതിനുശേഷം ഒരു വറ്റുപോലും കഴിച്ചിട്ടില്ല. കഴിക്കാൻ വിളിച്ചാല് ചേച്ചി വരണം, വാരിത്തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പട്ടിണി കിടക്കുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല മോളെ. അയ്യോ അമ്മേ, അവള് കഴിക്കാത്തത് കൊണ്ട് അച്ഛൻ ഉപവാസത്തില. മോള് കഴിച്ചിട്ടെ എന്നെ വിളിക്കാവോ യശോദയെന്നാ പറഞ്ഞിരിക്കുന്നത്. അമ്മ എന്തടി ചെയ്യണ്ടേ? അമ്മ പേടിക്കണ്ട, ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരാം. അച്ഛനോടൊന്ന് പറഞ്ഞേക്കോ? ശരി മോളെ. പ്രിയങ്ക മോളെ, ചേച്ചി ഇപ്പൊ വരും. ചേച്ചി വന്നാ നമ്മള് ഭക്ഷണം കഴിക്കുമല്ലോ, ഇല്ലേ? ചേച്ചി വയറ് തന്നാലേ ഞാൻ കഴിക്കൂ. വയറ് നിറച്ചും കഴിക്കും. അമ്മേ, അവള് വന്ന് തിരിച്ചു പോണത് വരെ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ. പ്രിയങ്ക മോൾക്ക് വേണ്ടിയല്ലേ. ചേച്ചി വയറ് തന്നാലേ ഞാൻ കഴിക്കൂ. ചേച്ചി വന്നാലേ കഴിക്കൂ. വയറ് നിറയുന്ന വരെ കഴിക്കും. മതിയടി, നിന്റെ അമ്മ പോയി. ഞാൻ പോയി വാതിലടച്ചിട്ട് വരാം. മുത്തശ്ശി, അമ്മയ്ക്ക് സംശയമൊന്നുമില്ലല്ലോ? നിന്റെ കാട്ടിക്കൂട്ടല് കണ്ട എനിക്ക് തന്നെ വിശ്വസിക്കാൻ തോന്നുന്നുണ്ട്. പിന്നല്ലേ നിന്റെ അമ്മയ്ക്ക്. അതെ, ഈ ഒരു നില ഇതേപോലെ തുടരണം. രാധിക വാരിത്തന്നാലേ കഴിക്കാൻ പറ്റൂന്നും പറഞ്ഞോണ്ടിരിക്കണം. അവൾക്ക് എപ്പോഴും ഇവിടെ വന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ ഉള്ള മാർഗം എന്താ? നിന്നെ കണിമംഗലത്തേക്ക് കൊണ്ടുപോണം.